ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത് വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. പണ്ട് മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ബിസിനസ് നമ്മളെ കാരണവന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. ബിസിനസിന്റെ കോർ ഫംഗ്ഷൻ എന്ന് വെച്ചെങ്കിൽ ഒരു പർച്ചേസ് ഉണ്ടാവും, സെയിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? പർച്ചേസ് ചെയ്യണം, സെയിൽ അടക്കണം. പണ്ട് കാലത്ത് ആളുകൾ ഈ സംഭവം ചെയ്തിരുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാർട്ടർ സിസ്റ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അരിയുള്ള ഒരാൾ എന്ത് ചെയ്യും, ആൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആൾക്ക് അരി കൊണ്ടുകൊടുത്താൽ ചിക്കൻ മേടിക്കും. ഈ ഒരു സിസ്റ്റമിലായിരുന്നു. അതിനുശേഷം പിന്നെ സംഭവിച്ചത് എന്താ, അതിനുശേഷം ഗോൾഡ് വന്നു, സിൽവർ വന്നു, അതിനുശേഷം കറൻസി, കോയിന്, ഇപ്പൊ ഡിജിറ്റൽ കറൻസി ഒക്കെ ആയിട്ട് മാറിയില്ലേ. ഇപ്പൊ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് റെവല്യൂഷൻ നടന്നപ്പോൾ ബിസിനസ്സിനും കുറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ബിസിനസിന്റെ ഓണ്ടർപ്രണർഷിപ്പിന്റെ കോർ ഫംഗ്ഷൻ എന്നുള്ളത് എന്താ വെച്ചെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് എന്ത് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഈ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വിന്ററിനൊക്കെ ഇട്ട ഡ്രസ്സ് ഉണ്ടാവില്ലേ, നല്ല തണുപ്പെടുക്കാത്ത സാധനം. ഈ സാധനം മരുഭൂമി കൊണ്ട് വിറ്റിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വേഴ്സ് വേഴ്സ. ഇപ്പൊ നമ്മള് മരുഭൂമിയിലുള്ള ഡ്രസ്സ് ഇവിടെ കൊണ്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആർക്കാ എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗുഡ്സോ സർവീസോ ക്രിയേറ്റ് ചെയ്ത് സെയിൽ ചെയ്യലാണ് എന്ത് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണോ?